അതിൻ്റെ പൂജാ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈശ്വര ഏണി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അതുപോലെ തന്നെ സൗഹൃദ ബന്ധങ്ങളുടെ വള്ളിക്കെട്ട്. ഈ ലാസ്റ്റ് പറഞ്ഞതാണ് ഏണി എന്ന് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ള പോലെ വള്ളിക്കെട്ട്. അത് കുടുംബത്തിൽ നിന്നാകാം, കൂട്ടുകാരിൽ നിന്നാകാം, കൂടുതൽ കൂട്ടുകാരിൽ നിന്നാണ് വള്ളിക്കെട്ട് കിട്ടുന്നത് പറയാറുണ്ട്. നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു വീടാണ്, എപ്പോഴും ദൈനംദിന ജീവിതത്തിലൊരു വീടാണ് ഏണി. ഈ ഏണിയാണ് നമ്മുടെ ചെവിയിലേക്ക് ഉണ്ടാകുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സൗഹൃദങ്ങളിൽ തുടങ്ങിയ ജീവിതങ്ങൾ അത് നമുക്ക് പകർന്നു നൽകുന്ന സന്തോഷങ്ങൾ ഒന്ന് തന്നെയാണ്. അതിനപ്പുറം ഒന്നും ഇല്ല എന്നാണ് എൻ്റെ സന്തോഷം. കാരണം എന്നെ സഹായിച്ചവരൊക്കെ എൻ്റെ ബന്ധുക്കാരെക്കാൾ എന്നെ സഹായിച്ചത് എൻ്റെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളെ അവർക്ക് എനിക്ക് നൽകിയ ഒരുപാട് കഥകളും ഒരുപാട് പ്രചോദനങ്ങളും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു സബ്ജക്റ്റാണ് ഏണി. ശങ്കർ സാർ നമ്മളൊക്കെ സിനിമ കണ്ടിറങ്ങുന്ന സമയങ്ങളിലൊക്കെ പുള്ളിയുടെ ശങ്കർ സാറിൻ്റെയൊക്കെ വലിയ ആരാധകൻ തന്നെ ജയൻ സാർ കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്ന ആരാധകൻ എന്ന് പറഞ്ഞ ശങ്കർ സാർ. അപ്പുറം വന്ന് ഒരുപാട് ഉണ്ടായിരിക്കാം, അവർക്ക് നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ശങ്കർ സാറിനെ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. ഞാനൊരു വിശേഷങ്ങൾ പറയും. എങ്ങനെയാണ് ഇവർ സിനിമയിൽ അവസരം കിട്ടിയത്? അല്ല, പുള്ളിക്കാർ പറയട്ടെ, എങ്ങനെയാണ് അവസരം കിട്ടിയത്? അഭിനയിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ഇഷ്ടമുണ്ടായിരുന്നു. Gracias.